ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. സംഭവത്തിൽ ആളപായമില്ല. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്ന ആളുടെ കെട്ടിടമാണ് ഇത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അതിരാവിലെ 3:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3:30 മണിക്ക് ഇടിമുഴക്കം ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ കെട്ടിടം താഴോട്ട് വരുന്നതാണ്. കെട്ടിടം താഴേക്ക് വന്ന് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉൾപ്പെടെ പതിച്ച് താഴോട്ട്. അപ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന കെട്ടിട സൈഡിൽ ഇടിച്ച് നിൽക്കുകയാണ്. ഈ കെട്ടിടം അശാസ്ത്രീയമായ പിഴവ് സംബന്ധിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം താഴെ പോയത്. ഇതിൻ്റെ സർക്കാരിൻ്റെ പെർമിറ്റ് 2 സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടം ഇപ്പോൾ 5 സ്റ്റോറേജ് 5 നില കെട്ടിടമാണ് ഇപ്പോൾ താഴെ പോയിരിക്കുന്നത്. അതിൻ്റെ പിഴവ് അധികൃതർ ഇത്രയും വേഗം പരിശോധിക്കേണ്ടത്. അതിരാവിലെ കൂടുതൽ വിവരങ്ങളുമായി ബോബൻ ചേരുകയാണ്. ബോബൻ, ഈ കെട്ടിടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് അല്ലേ? മഴ എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3:30 കൂടിയാണ് ദേശീയപാതയ്ക്ക് സമീപം റോഡിന് താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന 5 നില കെട്ടിടം പാമ്പനാറിൽ തകർന്നു വീണത്. കാര്യമായ മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഴ മൂലമാണ് മണ്ണിടിച്ചിലുണ്ടായി കെട്ടിടം തകർന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് അപകട കാരണം എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്നയാളുടെ ഉടമസ്ഥതയിലാണ് ഇവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. പകൽ മുഴുവൻ നിരവധി തൊഴിലാളികൾ ഇവിടെ പണികളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ രാത്രിയിൽ ഇവർ മടങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എന്തായാലും ആവശ്യമായ രേഖകൾ സമ്പാദിക്കാതെയും പെർമിറ്റ് വാങ്ങാതെയുമാണ് കെട്ടിടം പണി നടന്നത് എന്ന് സമീപവാസികൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കൃത്യമായി അറിയില്ല. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ അപകട സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണിത്. മണ്ണുമാറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ അപകടകരമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത്. 3 നില താഴേക്ക് റോഡിന് താഴേക്കും റോഡ് നിരപ്പിൽ നിന്ന് 2 നില മുകളിലേക്കും എന്നുള്ള നിലയിലാണ് ഈ കെട്ടിടത്തിന്റെ പണി നടന്നിരുന്നത്. പുലർച്ചെ 3:30 കൂടി വലിയൊരു ശബ്ദം കേട്ട് ആളുകൾ എത്തുമ്പോഴാണ് ഈ കെട്ടിടം തകർന്ന് വീഴുന്നത് കണ്ട്. വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമീപവാസികളെ മാറ്റി പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കും. എന്തായാലും തൊഴിലാളികളില്ലാതിരുന്നത് മൂലം വലിയ അപകടം തന്നെയാണ് ഒഴിവായത്. മായ. ശരി, ബോബനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. ആളപായമില്ല.